ബ്രില്യൻസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മലയാളത്തിൽ അന്തിത്തിരി എന്ന് പറയുന്ന കവിതയാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇടശ്ശേരി എഴുതിയ കവിതയാണ് അന്തിത്തിരി. ഓക്കെ, അപ്പോൾ ഈ കവിതയിൽ അന്തിത്തിരി വെക്കുക എന്ന് പറയുന്ന അനുഷ്ഠാനത്തെ മുൻനിർത്തിയിട്ട് വെളിച്ചത്തിന് വേണ്ടിയുള്ള ശ്രമത്തെ ആവിഷ്കരിക്കുന്ന കവിതയാണ് അന്തിത്തിരി. ഓക്കെ, അപ്പം നമ്മൾ ഈ കവിത ഒന്ന് പരിചയപ്പെടാം. ഈ കവിത ഒരു നാടകീയതയാണ് ഈ കവിതയുടെ പ്രത്യേകത. അതായത് നാടകീയമായിട്ടുള്ള ഒരു ആവിഷ്കാരം. ശരിക്കും നമ്മളൊരു കഥ പറയുന്നത് പോലെ, ഒരു നാടകം കാണുന്നത് പോലെയാണ് ഇടശ്ശേരി ഈ ഒരു കവിത അവതരിപ്പിച്ചിരിക്കുന്നത്. നോക്കുക, സൂര്യൻ നോക്കുക. അന്നൊരു നാളില സൂര്യനകാലമേ അന്തിക്കടൽ കര വന്നു, ഏറെയന്നോടിയ പച്ചക്കുതിരകൾ ചോര തുപ്പിയിട്ടു കിടന്നു. ആദ്യത്തെ വീട്ടിലെ പൂമുഖത്തിണ്ണമേൽ മുത്തശ്ശിയെ കണ്ടു ദേവൻ. അതായത് അന്നൊരു ദിവസം എന്താണ്, സൂര്യൻ അന്തിക്കടൽക്കര, അതായത് അസ്തമിക്കാനായിട്ടുണ്ട് സൂര്യൻ. അപ്പോൾ അസ്തമിക്കാനായി നിൽക്കുന്ന സൂര്യൻ വളരെ തളർന്നു നിൽക്കുകയാണ്. അദ്ദേഹം എവിടെ എത്തുകയാണ്? പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ തേരിങ്ങനെ നീങ്ങി വരികയാണ്. സന്ധ്യാസമയമാണ്. ആ സമയത്ത് സൂര്യൻ്റെ പച്ചക്കുതിരകൾ ചോര തുപ്പിയിട്ട് കിടന്നു. അതായത് ഈ വിശ്വാസവല്ലി പുരാണങ്ങളിലൊക്കെ പറയുന്നത് 7 കുതിരകളെ പൂട്ടിയ തേരിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് എന്നാണ്. അപ്പോൾ ഈ സൂര്യൻ്റെ പച്ചക്കുതിരകൾ, സൂര്യൻ്റെ കുതിരകൾ 7 കുതിരകൾ എന്താണ്, ചോര തുപ്പിയിട്ട് കിടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സൂര്യൻ്റെ കുതിരകൾ ചോര തുപ്പിയത് കൊണ്ടാണ് സന്ധ്യാകാശം എന്താണ്, സന്ധ്യാസമയത്തെ പടിഞ്ഞാറ് ആകാശം എന്താണ്, ചുവന്നിരിക്കുന്നത് എന്നാണ് കവി സങ്കല്പിക്കുന്നത്. അങ്ങനെ വളരെയധികം എന്താണ്, തളർന്നു നിൽക്കുന്ന സൂര്യൻ്റെ കുതിരകൾ, സൂര്യനും വളരെ തളർന്നു നിൽക്കുകയാണ്. അങ്ങനെ സൂര്യൻ എന്ത് ചെയ്യാണ്, ആദ്യത്തെ വീട്ടിൽ അങ്ങനെ ഈ തളർന്നു നിൽക്കുന്ന സമയത്താണ് സൂര്യൻ ഒരു വീട് കാണാൻ. ആ വീട്ടിൽ പൂമുഖത്തിണ്ണയിൽ ആരാണുള്ളത്? മുത്തശ്ശിയാണുള്ളത്. അപ്പോൾ മുത്തശ്ശിയോട് സൂര്യൻ ചോദിക്കുകയാണ്, അന്തിക്കു വന്നു വശായി കുറച്ചിടമെൻ തല ചായ്ക്കാൻ തരുമോ? അതായത് ഈ സന്ധ്യയ്ക്ക് വളരെ തളർന്ന അവശനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, എനിക്ക് തല ചായ്ക്കാൻ ഒരിടം തരുമോ എന്ന് സൂര്യൻ ആരോട് ചോദിക്കുകയാണ്? മുത്തശ്ശിയോട് ചോദിക്കുകയാണ്. അപ്പം മുത്തശ്ശി എന്താ മറുപടി പറയുന്നത്? പാടില്ല പാടില്ല നീങ്ങു നിൽക്കുകിൽ പാഴിരുളെങ്ങ് ചേക്കേറും. അയ്യോ പറ്റില്ല, നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ പാഴിരുളിപ്പം എങ്ങോട്ടാ പോവുക? അതായത് പാഴിരുളെന്ന് പറഞ്ഞാൽ, പാഴെന്ന് പറഞ്ഞാൽ വെറുതെ ഇരുട്ടിനെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. പക്ഷേ എന്താണ് പറയുന്നത് നോക്കിയേ, പാടില്ല തൂ വെളിച്ചത്തിനു വേണ്ടി എൻ പാരമ്പര്യങ്ങളെ തള്ളാൻ. എനിക്ക് എന്താണ്, വെളിച്ചത്തിന് വേണ്ടിയിട്ട് എൻ്റെ പാരമ്പര്യമൊന്നും ഇല്ലാതാക്കാൻ എനിക്ക് കഴിയില്ല. കാരണം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരാ വരുന്നത്? പിന്നെ ഇരുട്ടാണ് വരുന്നത്. അതായത് നിനക്ക് വേണ്ടിയിട്ട് എനിക്ക് ഈ പാരമ്പര്യത്തെ ഒന്നും തള്ളാനായിട്ട് കഴിയില്ല എന്ന് മുത്തശ്ശി പറയാണ്. അതായത് നിനക്കിപ്പോൾ ഞാൻ ഇവിടെ എന്താണ്, തല ചായ്ക്കാൻ ഇടമൊന്നും തരൂല, നീ വന്നു കഴിഞ്ഞാൽ ആര് വരൂല? ഇരുട്ട് വരൂല. പക്ഷേ ഇരുട്ടിന് ഞാൻ എന്താ ചെയ്യുക? സാധാരണ ഇവിടെ ആരാ വരാറ്? ഇരുട്ടാണ് വരാറുള്ളത് എന്ന് സൂര്യനോട് മുത്തശ്ശി പറയുകയാണ്. ഇത്തിരി ചോന്ന മുഖം കുനിച്ച് അദ്ദേഹം ചിത്രകവാടം കടന്നു. അപ്പൊ ഈ മുത്തശ്ശിയുടെ മറുപടി കേട്ടിട്ട് സൂര്യന്റെ മുഖം ആകെ എന്തായി പോവാണ്? ചുവന്നു പോവാണ്, വിഷമിച്ച് ചുവക്കുകയാണ്. എന്നിട്ടോ തെക്കിനി തിണ്ണയിൽ ഈറൻ പകരുന്ന മുഗ്ധാംഗിയോട് ചോദിച്ചു, അന്തിക്കു വന്നു വശായി കുറച്ചിടമെൻ തല ചായ്ക്കാൻ തരുമോ? അപ്പോൾ ആ പെൺകുട്ടിയോട്, അതായത് അങ്ങനെ പൂമുഖത്തിണ്ണയിൽ നിന്നുള്ള മുത്തശ്ശി എന്താണ്, തലചായ്ക്കാൻ ഇടം തരില്ല എന്ന് പറഞ്ഞ സമയത്ത് സൂര്യൻ എവിടേക്കാണ് പോകുന്നത്? സൂര്യൻ തെക്ക് ഭാഗത്തേക്ക് പോവുകയാണ്, വീടിൻ്റെ തെക്ക് ഭാഗത്തേക്ക്. അപ്പോൾ തെക്ക് ഭാഗത്ത് ഒരു സുന്ദരി എന്താണ്, കുളിച്ച് ഈറനൊക്കെ മാറ്റി നിൽക്കുകയാണ്. ആ പെൺകുട്ടിയോട് സൂര്യൻ ചോദിക്കുകയാണ്, എന്ത്, ഈ സന്ധ്യയ്ക്ക് എന്താണ്, തലചായ്ക്കാൻ എനിക്കൊരു ഇടം തരുമോ എന്ന് ചോദിക്കുകയാണ്. സ്വസ്തിക കൊണ്ട് അവൾ ഉത്തരീയം ധരിച്ച് ഇത്തിരി നാണിച്ചു ചൊല്ലി. കാരണം ഒരു അപരിചിതനാ വന്നിരിക്കുന്നത് അല്ലേ. അവളെന്താണ്, തൻ്റെ ശരീരത്തെ, നഗ്നമായ ശരീരത്തെ വസ്ത്രം കൊണ്ട് മറച്ചുകൊണ്ട് അവൾ പറയാണെന്ത്, നീങ്ങു നിൽക്കുകിൽ നീരവശാന്തമാം നീലനിശീതം വരില്ല. നീലനിശീതം വരില്ലെങ്കിൽ എന്നുടെ ജീവനാഥൻ എത്തില്ല. എങ്കിൽ എന്തിനു ഞാൻ കേതകീകന്തിയാമെൻ പൂമ്പുടവ നിവർത്തിക്കും. നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ രാത്രി വരൂല. രാത്രി വന്നിട്ടില്ലെങ്കിൽ എന്താണ്, എൻ്റെ കാമുകനും അല്ലെങ്കിൽ എൻ്റെ ഭർത്താവും വരില്ല. പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ വെറുതെ കുളിച്ചൊരുങ്ങി ഈ മെത്തയൊക്കെ വിരിച്ച് കാത്തിരിക്കുന്നത് എന്ന് ആ സുന്ദരി സൂര്യനോട് പറയാണ്. അപ്പം മുത്തശ്ശി എന്താണ് പറഞ്ഞത്, സുന്ദരി എന്താണ് പറഞ്ഞത് എന്ന് ഓർത്തു വെക്കുക. പിന്നെയോ
ഇത്തിരി കൂടി തളർന്നു പോയ ദേവൻ മർത്യരാശിപ്പതിരുട്ടോ. ഇത് കേട്ട സമയത്ത് ദേവൻ ഒന്നും കൂടി അങ്ങോട്ട് തളർന്നു പോവുക. മുത്തശ്ശി പറഞ്ഞപ്പോഴേ മുഖം ഒന്ന് ചുവന്നു. ഇനി ആ സുന്ദരിയുടെ മറുപടി കൂടി കേട്ട സമയത്ത് സൂര്യൻ എന്താ സംഭവിച്ചത്? ആകെ തളർന്നു പോവാണ്. എന്നിട്ട് അദ്ദേഹം ചിന്തിക്കുകയാണ്. എന്താ ചിന്തിക്കുന്നത്? ഈ മർത്യര്, ഈ മനുഷ്യരാഗ്രഹിക്കുന്നത് ഇരുട്ടാണോ എന്ന് സൂര്യൻ ഒരു വേള ചിന്തിക്കുകയാണ്. മാറത്തെ മൂവിട നൂലിൽ വലം വിരൽ 4-5 വട്ടം ചലിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മാറിലുള്ള ആ പൂണൂല് ഒരു 4-5 പ്രാവശ്യം ഇങ്ങനെ ചലിപ്പിക്കുകയാണ്. അദ്ദേഹത്തിനുള്ള ആ ഒരു ഒരു വെപ്രാളം അല്ലെങ്കിൽ ഒരു ടെൻഷനൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ അദ്ദേഹം ഇങ്ങനെ അവിടെ മാറത്തെ മൂവിഴ നൂല് ഇങ്ങനെ ചലിപ്പിക്കുകയാണ്. എന്നിട്ടോ പറ്റിക്കുഴകയാൽ കാലുരസി നടുമുറ്റം വലം വെച്ചു ചെന്നു. അപ്പൊ ആകെ ഇങ്ങനെ തളർന്ന അവശനായിട്ടുണ്ട്. മുറ്റത്തൂടെ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ ഉരസിയിട്ടാണ് പോകുന്നത്. സൂര്യന്റെ തളർച്ചയാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. മൊട്ടിട്ട മുല്ലയെ പോലെ വടക്കിനിക്കെട്ടിൽ ഒരു ഓമൽ തയ്യൽ എന്നാണ് പറയുന്നത്. അതായത് അപ്പോഴാണ് വീടിന്റെ വടക്ക് ഭാഗത്ത് മൊട്ടിട്ട മുല്ലയെ പോലെ ഒരു ബാലികയെ സൂര്യൻ കാണുന്നത്. അവൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കാലും മുഖവും കഴുകി ഭസ്മക്കുറി ബാലബലകത്തിൽ ചാർത്തി. അവൾ കൈയും കാലും മുഖമൊക്കെ കഴുകിയിട്ട് നെറ്റിയിൽ ഇങ്ങനെ ഭസ്മക്കുറിയൊക്കെ തൊട്ടിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നത്. പുഞ്ചിരി കൊണ്ടവൾ നിൽപ്പൂ നിസങ്കോചം പുഞ്ചിത ദൗദാര്യത്തെ പോലെ. അവളിങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അല്ലേ? പക്ഷെ സൂര്യനെ കണ്ടിട്ട് അവൾക്ക് എന്തുണ്ട്? ആരാണെന്നുള്ള ഒരു അപരിചിതനെ കണ്ട സമയത്ത് ഉണ്ടാവുന്ന മുഖഭാവവും ഉണ്ട്. അമ്പിലെനിക്കു നടക്കുവാൻ നിൻവിരൽ തുമ്പൊരാരംഭമാക്കാമോ? സൂര്യൻ ചോദിക്കുകയാണ്. അതുവരെ അന്തിക്ക് വന്നു വശായി തലചായ്ക്കാൻ ഒരിടം തരുമോ എന്ന് ചോദിച്ച സൂര്യൻ ആ പെൺകുട്ടി, ആ ബാലികയെ കണ്ട സമയത്ത് എന്താ ചോദിക്കുന്നത്? നിന്റെ വിരൽ തുമ്പ് ഒന്ന് നീട്ടിത്തരുമോ, ഞാൻ അത് പിടിച്ചൊന്ന് നടന്നോട്ടെ എന്ന് ചോദിക്കുകയാണ്. വന്ന വഴിക്കു തിരിച്ചു പോയിടുവാൻ വയ്യല്ലോ ദേവന് പണ്ടും. അതായത് വന്ന വഴി കിഴക്കാണ് ഉദിക്കുക അല്ലെ, പിന്നെ കിഴക്കോട്ട് തന്നെ പോവാൻ ആർക്ക് വയ്യല്ലോ? സൂര്യന് വയ്യല്ലോ എന്ന് ആര് പറയാണ്? സൂര്യൻ ആ പെൺകുട്ടിയോട് പറയുകയാണ്. ദൈന്യത കണ്ടുരുകാതെ എനിക്ക് കന്യയിൽ അന്യത്ത് ശങ്കയെ ബാക്കി. സൂര്യന്റെ ദൈന്യത കണ്ടിട്ട് ആ പെൺകുട്ടിക്ക് ഒന്നും തോന്നുന്നില്ല. കാരണം അവളുടെ മനസ്സിൽ ഇതൊരു അന്യനാണല്ലോ എന്നുള്ളൊരു ശങ്ക അപ്പോഴും ഉണ്ട്. തിണ്ണമാം ബാലിക വായിച്ചിരിക്കുമോ കർണപിതാവിനെ പറ്റി. അപ്പൊ സൂര്യൻ ചിന്തിക്കുകയാണ്, ഒരു പക്ഷെ ആ ബാലിക, ആ പെൺകുട്ടി കർണന്റെ പിതാവായ സൂര്യൻ, അതായത് എന്നെക്കുറിച്ച് അവൾ വായിച്ചിട്ടുണ്ടാവാം എന്ന് ചിന്തിക്കുകയാണ്. എന്നിട്ടോ ഈ യുഗധർമ്മത്തെ ഓർത്തുറച്ചിടിനാൽ തൂവെളിച്ചം നിലനിർത്താൻ. അതായത് അപ്പൊ അവൾ പറയാണ്, സൂര്യൻ പറയാണ്, ഞാൻ അങ്ങനെയല്ല അല്ലെ, ആ കർണന്റെ പിതാവായ സൂര്യനല്ല ഞാൻ ആരാണ്? ഈ യുഗത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ വെളിച്ചം നിലനിർത്താനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാണ്. പ്രാണനിൽ നിന്നുടൽ ചീന്തിയെടുത്തൊരു ചീളാൽ തിരിച്ച തിരിയെ സ്നേഹം കിനിയുന്നു ഒരേടത്തിലിട്ടവൾ ചാലവേ ചാലിച്ച ശേഷം അത്തിരുത്തുമ്പു പിടിച്ചു നടത്തിനാൽ മാർത്താണ്ഡദേവനെ പിന്നെ. അങ്ങനെ അതിനുശേഷം അവൾ സ്നേഹത്തിൽ ചാലിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സൂര്യൻ്റെ വെളിച്ചത്തെ തൻ്റെ തിരിയിലേക്ക്, വിളക്കിലെ തിരിയിലേക്ക് ആവാഹിച്ച് ഇരുത്തുകയാണ് ആര്? ആ പെൺകുട്ടി. കൊച്ചനുജാതനെ നോക്കുക, കൊച്ചനുജാതനെ കൈവിരൽ തുമ്പാലെ പിച്ച വെപ്പിക്കുന്ന പോലെ. ഒരു കൊച്ചനുജനെ അല്ലെ, എങ്ങനെയാണോ ഒരു ചേച്ചി ഇങ്ങനെ പിച്ച വെപ്പിച്ച് നടത്തുന്നത്, ഇങ്ങനെ പിടിച്ച് നടത്തുന്നത്, അതുപോലെ സൂര്യനെ ആ പെൺകുട്ടി കൈപിടിച്ച് നടത്തി എന്നാണ് പറയുന്നത്. അതായത് കാലുറയ്ക്കാത്ത ആ ദേവനെ 4 കെട്ടിൽ കൂടെ അങ്ങനെ കൊണ്ടുവരികയാണ്. അതായത് സൂര്യന്റെ വെളിച്ചത്തെ തിരിയിലേക്ക് ആവാഹിച്ച്, അതായത് നിലവിളക്കുമായിട്ട് ആ പെൺകുട്ടി വരികയാണ്. എന്നിട്ടോ ഉമ്മറത്തിണ്ണയിൽ നിൽക്കവേ മുത്തശ്ശി അഞ്ജലി കൂപ്പി തൊഴുതു. അപ്പോഴാണ് ഉമ്മറത്ത് വിളക്ക് വെക്കുന്ന ഉമ്മറത്ത് ആരുണ്ട്? മുത്തശ്ശിയുണ്ട്. മുത്തശ്ശി വിളക്ക് കണ്ട സമയം തന്നെ കൈകൂപ്പി തൊഴുകയാണ് ചെയ്തത്. പിന്നെയോ ഭർത്തൃസമാഗമം നേർന്നു സുമംഗലി മസ്തകം താഴ്ത്തിയും നിന്നു. അതായത് ഭർത്താവ് ഇപ്പം വരും, അതായത് വിളക്ക് വെച്ച് കഴിഞ്ഞാൽ സന്ധ്യയായി, രാത്രിയായി, അപ്പൊ ഭർത്താവ് വരും എന്ന സന്തോഷത്തിൽ ആ പെൺകുട്ടി സുന്ദരി തല താഴ്ത്തിയിട്ട് തൊഴുകയാണ്. പിന്നെയോ ഈ മുല്ലക്കുടങ്ങളിൽ ശംഖൂതും വണ്ടുകൾ മുറ്റും സ്തുതിക്കുന്നവൻ. അതായത് സൂര്യനെ മുല്ലയുടെ മുകളിലൊക്കെയുള്ള വണ്ടുകളൊക്കെ സൂര്യനെ ഇങ്ങനെ സ്തുതിക്കുകയാണ്. അങ്ങനെ ക്ഷിപ്രപ്രസാദിയാം ദേവനെ കന്യക തറയിലിരുത്തി. അങ്ങനെ അതിനുശേഷം ആ പെൺകുട്ടി ഒരു തിരി എടുത്തിട്ട് തുളസി തറയിൽ വെക്കുകയാണ്. എന്നിട്ടോ
ഉള്ള വെളിച്ചവും ഊതിക്കെടുത്തുന്ന ഭള്ളുമൊടുവിൽ കുനിയും അന്തിത്തിരിയുമായി എത്തുന്ന നിങ്ങൾ തൻ മുമ്പിൽ ഇളമുരക്കാറേ എന്ന് കവി പറയാണ്. അതായത് ഈ ഇളം തലമുറയിൽപ്പെട്ട പെൺകുട്ടികളെ, നിങ്ങളുടെ മുന്നിൽ പഴയ തലമുറ ഒരുപക്ഷെ എന്താണ് തല താഴ്ത്തി പോകും. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പാരമ്പര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ അനുഷ്ഠാനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു കാര്യം കൂടിയാണ് ഇവിടെ ഇടശ്ശേരി പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, അന്തിത്തിരി എന്ന് പറയുന്ന, അതായത് അന്തിക്ക് വെക്കുന്ന ആ വിളക്ക്, അതൊരു അനുഷ്ഠാനമാണ്. അതിനെയാണ് നമ്മളിവിടെ ഈ കവിതയിൽ കാണുന്നത്. നമുക്കറിയാം, സൂര്യൻ്റെ എന്താണ് വെളിച്ചത്തെ വിളക്കിലേക്ക് ആവാഹിച്ചിട്ടാണ് ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നത്? ഉമ്മറത്ത് കൊണ്ടുവന്ന് ആ വിളക്ക് അവിടെ കൊളുത്തുന്നത്. അപ്പം നിങ്ങൾ നോക്കുക, ചോദ്യങ്ങൾ നോക്കുക. അതിലൊന്നാമത്തെ ചോദ്യം എന്താണ്? മുത്തശ്ശി എന്താണ് സൂര്യനോട് പറഞ്ഞത്? സുന്ദരി എന്ത് മറുപടിയാണ് പറഞ്ഞത്? ആരാണ് ദേവനെ കൈപിടിച്ച് നടത്തിയത്? എങ്ങനെയാണ് പെൺകുട്ടി വിളക്കുമായിട്ട് വന്നത്? അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. പിന്നെ ഒരു കാര്യം കൂടി നോക്കുക, സന്ധ്യാ ദീപത്തെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് എന്ന് ഓർത്ത് വെക്കുക. അതുപോലെ ഇവിടെ അന്തിത്തിരിയിലെ സൂര്യൻ ഒരു ബ്രാഹ്മണനാണ് അല്ലെങ്കിൽ ഒരു നമ്പൂതിരിയാണ് എന്നതിൻ്റെ എന്ത് സൂചനയാണ് കവിത നൽകുന്നത്? അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ്? അതായത് മാറിലിട്ടിരിക്കുന്ന പൂണൂല് അത് 4-5 വട്ടം ചലിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അത് സൂചിപ്പിക്കുന്നത് എന്താണ്? സൂര്യൻ ഒരു നമ്പൂതിരിയാണ് എന്നതിൻ്റെ സൂചനയാണ്. പിന്നെ അതുപോലെ വശായി, അല്ലേ? വശായി എന്ന് പറഞ്ഞാൽ ഒരു നമ്പൂതിരി ഭാഷയാണ്. ക്ഷീണിച്ചു, അവശനായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഇത്രയുമാണ് ഈ കവിതയുടെ ആശയം. ഓർക്കുക, ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ഈ കവിത എഴുതിയത്. ഓക്കെ, താങ്ക് യു.